മോളെ ആ തേങ്ങ ഒന്ന് പൊട്ടിച്ചേ. എന്താ മോളെ, എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. എന്നാ നമുക്ക് കഴിക്കാം. ആന്റി ഞങ്ങളെ പിടിച്ച് വലിയ ഗസ്റ്റ് ആക്കി കളഞ്ഞല്ലേ? എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. സാരമില്ല, പകരം വീട്ടാൻ ഒരു ദിവസം ഞങ്ങളെ എല്ലാവരും കൂടി സാറ അങ്ങോട്ട് വിളിച്ചാ മതി. അത് ഞാൻ അല്ലെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട്. പുതുമണവാട്ടിയെ ഒരു ദിവസം വിളിക്കണമല്ലോ. ആ ശരവണ, ജീവനെ വിളിക്ക്. ശരി. എന്തോടോ താനൊന്നും മിണ്ടായിരിക്കുന്നത്? അച്ഛാ, മനുവിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. മനു ഹയർ സ്റ്റഡീസിനുള്ള പൈസയൊക്കെ സ്വന്തമായിട്ടാ സമ്പാദിക്കുന്നത്. ആഹാ, അത് കൊള്ളാലോ. അക്കാര്യത്തിലെ എനിക്ക് ഇവനോട് മതിപ്പാങ്കളെ എന്ത് ചെയ്തോളും. ഇവൻ നല്ല മെക്കാനിക്കാ. ഓൺലൈൻ വഴി ആരെവിടെ വിളിച്ചാലും ഇവൻ പറന്നെത്തിക്കോളും. അത് കൊള്ളാലോ, വെരി ഗുഡ്. ആണുങ്ങളായ അങ്ങനെ വേണം. ജീവിച്ചു പഠിച്ചാ പോരല്ലോ, ജീവിതത്തെ നേരിട്ട് പഠിക്കണ്ടേ? കൊള്ളാം. ആൻഡ് യു ആർ ഡൂയിങ് ദാറ്റ്. സാറ് കഴിക്കും. എനിക്ക് വിളമ്പാൻ ഇവിടെ ആരുമില്ലേ? നിത്യേച്ചിരിക്കുന്നില്ലേ? ഇല്ല, നിങ്ങൾ കഴിക്കേ. അമ്മയും മോളും മാറി നിൽക്കുന്ന എന്താണെന്നറിയാവോ? അവർക്ക് രണ്ടുപേർക്കും സ്വകാര്യമായിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയാ. അല്ല അമ്മേ? ഓടി അവിടുന്ന്. ആന്റി, ഈ അങ്കിൾ എങ്ങോട്ടാ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നേ? അല്ല, അങ്കിൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേറിയതേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്കിളിന് ഒരുപാട് കൂട്ടുകാരുണ്ട് മോളെ. ഓ, ഇപ്പൊ എല്ലാവരും എൻഗേജ്ഡാ. പക്ഷേ സമയം ഒത്തു വന്ന ഉള്ള ആളുകളെ വെച്ച് ഇവരുടെ ഒരു കൂട്ടം കൂടലുണ്ട്. അതൊക്കെ ഒരു രസമല്ലേ മക്കളെ? വല്ലപ്പോഴൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളും ആ കൂട്ടത്തിൽ കൂടാറുണ്ട്. അതുകൊള്ളാം. ശരിക്ക് പറഞ്ഞ അങ്ങനെ വേണം ആന്റി. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക, സ്നേഹം ഷെയർ ചെയ്യപ്പെടുക, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ജീവന് പിന്നെ അങ്ങനെ ആരും ഇല്ലല്ലോ അല്ലേ? ജീവന്റെ എല്ലാ രീതികൾക്കും ഒരു വ്യത്യാസം ഉണ്ടല്ലോ. വെള്ളം
നിത്യേച്ചി നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ 2-3 നല്ല ഡെസ്റ്റിനേഷൻസ് സെലക്ട് ചെയ്ത് തരാം. എന്താ ജീവൻ ചേട്ടാ? സെലക്ട് ചെയ്യാൻ ആർക്കടാ പറ്റാത്ത? നെറ്റ് സെർച്ച് ചെയ്യുന്ന കാര്യമല്ലേ? അങ്ങനൊന്നും പറയണ്ട. നെറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ടാലൻ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. അത് മനു പറഞ്ഞത് കറക്റ്റാ. മനു ഏട്ടനെ പോലെ ഒന്നുമല്ല, ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തില്ല. இனி ஏதாவது ஐட்டம் இருக்கா? நித்யா மேடம் உள்ள போகுது. അയ്യോ ഇനിയൊന്നും എടുക്കല്ലേ ആൻറ്റി, വയറ് പൊട്ടിപ്പോവും. சாப்பிடுங்க. താങ്ക്സ് ആൻറ്റി. ഭക്ഷണത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് കുറഞ്ഞു പോകും. ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്നുവിടുന്നില്ല. അതിനെന്താ, താൻ വന്നോ? ആന്റി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എനിക്ക് ഇവനെയും കുട്ടി ഒന്ന് പുറത്തു പോകാനുണ്ട്. അങ്കിളെ ശരി മോളെ. ഓക്കെ മോനെ. ബൈ ബൈ. ശരി ബൈ. നിത്യേച്ചി ഇറങ്ങാം. ഓക്കെ. നീ ഒന്നിങ്ങി വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വരാൻ. என்ன சார் மேடம் ஒரு மாதிரி இருக்கு? ഏട്ടൻ എന്തോ കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും കാണിക്കില്ല.
നിത്യമോളുടെ മനസ്സോ ശരീരമോ വേദനിപ്പിക്കാൻ പാടില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാ. അമ്മ ഞാൻ മിണ്ടിപ്പോവരുത്. എന്തൊക്കെയായിരുന്നു എനിക്ക് നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? എങ്ങനെയൊക്കെയായിരുന്നു നീ എന്റെ മുൻപിൽ അഭിനയിച്ചത്? ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അതേ ഗുണഗണങ്ങളുള്ളവനാണ് എന്റെ മകനെന്ന് ഞാൻ അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞു. സ്വകാര്യമായി നിന്നെക്കുറിച്ച് അഹങ്കരിച്ചു. എന്നിട്ട് നീയോ? എന്താണ് നിന്റെ സംസ്കാരം? ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണോന്ന് അറിയാത്ത നീ മനുഷ്യകുലത്തിൽ തന്നെ പിറന്നതാണോടാ? അമ്മേ അരുത്. എനിക്കിനി മേലും കീഴും നോക്കാനില്ല. നീ സംശയിക്കണ്ട. നിത്യമോളെ ഞാൻ സ്നേഹിക്കുന്നതിൽ ഒരു കാവട്യവുമില്ല. ഇന്ന് ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അതെന്റെ നിത്യമോള് തന്നെയാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി ആരും. തെറ്റ് ചെയ്തത് ഞാനാണ്. നിന്നെ പ്രസവിച്ചതിന്, നിന്നെ ലാളിച്ച തെറ്റിന്. നീ നല്ലവനാണെന്ന് കരുതിയ തെറ്റിന്. അതിന്റെ ശിക്ഷ നിനക്കല്ല വേണ്ടത്, എനിക്കാ. അമ്മേ വേണ്ട പ്ലീസ്. അമ്മ വേണ്ടമ്മേ. അമ്മ നിത്യയുടെ കൈ ഞാനല്ല പൊള്ളിച്ചേ, അവൾ സ്വയം ചെയ്തതാ. ആണോ? ആണോടാ? അല്ല അല്ലമ്മേ. ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ മുന്നറിയിപ്പാ. ഇനി നീ കാരണം എന്റെ നിത്യമോള് കരഞ്ഞാൽ നിന്നെ കൊന്നിട്ട് ഞാൻ സ്വയം ഒടുങ്ങും. ഇത്രയും കാലം ഞാൻ ഓമനിച്ചും ലാളിച്ചും കൊണ്ട് നടന്നത് ഒരു മുൾച്ചെടിയാണെന്ന് തിരിച്ചറിവുണ്ടായ ആ നിമിഷം ഞാനത് കടയോടെ വെട്ടിയിരിക്കും. മനസ്സിലായോടാ?
സുജാതെ, ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാല് എന്ത് കാര്യത്തിനുള്ള മറുമരുന്ന് തന്റെ മനസ്സിൽ തന്നെ തെളിഞ്ഞു വരും. അത് നടപ്പിലാക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം തനിക്കുണ്ട്. ഇപ്പൊ തനിക്ക് വേണ്ടത് മനസ്സിനും ശരീരത്തിനും കുറച്ച് റെസ്റ്റാ. കിടക്കുക. പറയുന്നൊന്ന് കേൾക്കടോ. പ്ലീസ് കരയാതിരിക്കേ. അതെ, ആരുടെയെങ്കിലും പ്രവൃത്തികളുടെ മുന്നിൽ തന്നെ തകർന്നു പോകുന്നതല്ല തന്റെ മനസ്സ്. എനിക്ക് വേണോടോ തന്നെ. നന്നായിട്ടൊന്ന് ഉറങ്ങ. ചെല്ല്. അമ്മ കിടക്കാണ് മോളെ. അമ്മയൊന്നും കഴിച്ചിട്ടില്ല. കുറച്ച് കഴിയട്ടെ മോളെ. അമ്മയെ വിളിച്ചോണ്ടാൻ വേണ്ടി വന്നതാ ഞാൻ. അപ്പോ നല്ല ഉറക്കം. അതാ ഇവിടെ ഇരുന്ന്. അല്ല, സമയം എത്രയായി? 10 മണി കഴിഞ്ഞു രാത്രി. ഉച്ചയ്ക്ക് കിടന്നതാണമ്മ. ഞാനങ്ങ് ഉറങ്ങിപ്പോയി, ഒന്നും അറിഞ്ഞില്ല. എന്തിനാ മോളെ നീ ഇങ്ങനെ വന്നിരുന്നേ? ഞാൻ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കാ കൂട്ടിരിക്കേണ്ടത്? ദൈവങ്ങളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചാല് അവര് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കും. പക്ഷെ അവര് സങ്കടങ്ങൾ കേൾക്കുന്നതും പരിഹരിക്കുന്നതും നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. ദൈവത്തിനെ ഞാൻ നേരിട്ട് കാണുകയല്ലേ, അമ്മയുടെ രൂപത്തില്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മയെ വേദനിച്ച അമ്മയോട് പറയണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ പറയാതിരുന്നത്? പറയാൻ എളുപ്പം അമ്മേ. പക്ഷെ അതോടെ അമ്മയുടെ മനസ്സിൽ മോനെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും ഞാൻ തകർത്ത് കളയില്ലേ? പാപ്പുട്ടി, അയ്യോ അമ്മേ, അവനിനി എന്റെ മോളെ ദ്രോഹിക്കില്ല. ദ്രോഹിച്ചാൽ അമ്മ എന്ത് ചെയ്യുമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ മടിക്കില്ല എന്ന് അവൻ അറിയാം. അമ്മേ, മോളെ കണ്ടപ്പോ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കൂട്ടിവെച്ചു. നീ വരുമെന്നായപ്പോ എല്ലാ ഒരുക്കങ്ങളും നടത്തി. പക്ഷെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഉള്ളു പൊള്ളയായ ഒരു തന്നെയാണ് ഞാനിങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നതെന്ന്. അമ്മയോട് ക്ഷമിക്കുമ്പോൾ അമ്മേ, തിരിച്ചു പോകണമെന്ന് മോളെ തീരുമാനം എടുത്താലും അമ്മ തടയില്ല. ഞാൻ പോവില്ല അമ്മേ. അമ്മ എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്ഥലം.
എന്റെ ഈ വില കുറഞ്ഞ ജന്മത്തിന് അമ്മ തരുന്ന ഈ സ്നേഹം തന്നെ ധാരാളം. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല അമ്മ. ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം. മോള് കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ പോയി എടുത്തിട്ട് വരാം. അമ്മ കഴിച്ചേ പറ്റൂ. ദൈവത്തിനെ ഞാൻ നേരിട്ട് കാണില്ല, അമ്മയുടെ രൂപത്തില. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നെ സ്നേഹിക്കുക, എനിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മയെ ഞാൻ പോവില്ല. അമ്മ. അമ്മ എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്ഥലം. ഹരിയേട്ടാ, എന്താ? ഇന്നു മുതൽ നമുക്ക് ഒരുമിച്ച് ഒരു മുറി കിടക്കാം. ഹരിയേട്ടൻ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഹരിയേട്ടൻ എനിക്ക് വേണ്ടിയാ സ്വന്തം ജീവിതം ഇല്ലാതാക്കിയത്. എന്നിട്ട് ഹരിയേട്ടന്റെ ജീവിതം ഞാൻ ചവിട്ടിയരയ്ക്കാൻ പാടില്ല. ഇന്നു മുതൽ ഞാൻ എല്ലാ തരത്തിലും ഹരിയേട്ടന്റെ ഭാര്യ. വീണ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയതിൻ്റെ പേരിലോ അമ്മാവൻ സങ്കടപ്പെടുന്നതിൻ്റെ പേരിലോ നീ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. നമുക്കിടയിലെ മുറിവുകൾ
അത് നമുക്ക് 3 പേർക്ക് മാത്രം അറിയാവുന്നതാ. അതിപ്പോൾ അങ്ങനെ തന്നെ തുടർന്നാലും അതങ്ങനെ തുടരാൻ പാടില്ല. ഇനിയും മനസ്സ് മാറിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ ഒരു പെണ്ണാവുന്നേ. എല്ലാം ക്ഷമിക്കുക ഹരിയേട്ടാ. എന്നിട്ട് മനസ്സുകൊണ്ട് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മുറിയിലേക്ക് കയറുക. അമ്മാവൻ അവൾ പറഞ്ഞതുപോലും കേട്ടോ? കേട്ടു. അതെ, വേറെ എന്താണ് അവക്ക് ചിന്തിക്കാൻ പറ്റിയ? മോനെ, മനസ്സിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റൂ. പോയി പോയി എന്ത് കണ്ടാലാ സങ്കടപ്പെടേണ്ടത്, എന്ത് കണ്ടാലാ സന്തോഷിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. അവള് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഊട്ടിയതും ഈ പറഞ്ഞതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോ ചിലപ്പോ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും അവള്. ഇല്ലയോടാ? എടാ, നീ അവളുടെ അടുത്തോട്ട് ചെല്ലേ. ആ, സങ്കടപ്പാച്ചിൽ പായുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് കൂട്ടി നിർത്തണമെന്ന് തോന്നിയല്ലോ ദൈവമേ.